ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് നെക്ക് ബാൻഡ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ റിയൽമിയുടെ സൈഡിൽ നിന്ന് വരുന്ന റിയൽമി ബഡ്സ് വയർലെസ് 2 എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നെറ്റ് ബാൻഡ് കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ വിചാരിച്ചത് നമ്മുടെ OnePlusന്റെ ബാസ് Z2 ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് വിചാരിച്ചത്. അത് ഞാൻ കുറെ നാളോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിപ്പോ ഒരു 1 വീക്ക് ആയിട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് സാധനം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാനാ സാധിക്കും. അതിന്റെ ഓരോ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ ഏറ്റവും കാര്യം, നമ്മൾ നെക്ക് ബാൻഡ് കുറെ നേരം നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചെവിട്ടിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തതിനു ശേഷം ഞാനൊരു 4 സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരു ഗ്യാപ്പ് ഒന്നും വിടാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലീവ് ദിവസം. ആ ദിവസം എനിക്ക് ഒരു ചവിട്ടിനോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു ചവിട്ടിലൊരു ഫീല് വരാറുണ്ട്. പിന്നെ ഇതിന്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഉള്ള നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നിങ്ങൾ കോളിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷന്റെ ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പുറത്തുനിന്നുള്ള ഒരൊറ്റ സൗണ്ടും വരില്ല. അത് നല്ല രീതിയിൽ മറ്റേ പറയുന്ന ആൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഒരു നോയിസും കേൾക്കാതെ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇതിന്റെ ഉള്ളിൽ പിന്നെ പറയാനായിട്ടുള്ളത് പ്ലേ ബാക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ളത് 22 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോ ഇത് 4 ദിവസമായി ഇത് ഹെഡ്സെറ്റ് ചാർജ് ചെയ്തിട്ട് ഇതിലായിട്ട് വീണ്ടും ചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. നോർമൽ യൂസേജ് നിങ്ങൾക്ക് 4-5 ദിവസം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. ബട്ട് നമ്മൾ എപ്പോഴും പാട്ടുകളൊന്നും കേൾക്കുന്നില്ല. നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് 4 ദിവസമായിട്ട് ഇതിലായിട്ട് ചാർജ് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് 13.6 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവ് ആണ് കിട്ടുന്നത്. ശരിക്കും ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ് മോഡ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നത്. ഇത്രയും കൂടി ബാസ് എന്നുണ്ടെങ്കിൽ ബോട്ടിന്റെ അത്രത്തോളം സൗണ്ടിന്റെ ആ ബാസ് ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ OnePlusന്റെ ഡിവൈസ് ഉണ്ടായിരുന്നല്ലോ, OnePlusന്റെ നമ്മൾ പറഞ്ഞല്ലോ ബാസ് ബുള്ളറ്റിന്റെ, ആ ബുള്ളറ്റ് Z2ന്റെ ഒക്കെ അതേ റേഞ്ച് വരുന്ന ബാസ് ആണ് വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള ഓവറായിട്ട് വരുന്ന സമയത്ത്, ഓവർ ബാസോ വരുന്ന സമയത്ത് LDAC എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് സോണിയുടെ. അത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിനെ ഇത്തിരി കൂടി മിനിമലൈസ് ചെയ്തിട്ട് നമ്മുടെ ചെവിടുകൾക്കൊക്കെ ഇത്തിരി യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രീതിയിലുള്ള ഒരു ബാസാണ്. ചില സമയത്ത് നമ്മൾ പറയില്ലേ, എനിക്ക് ബുള്ളറ്റിന്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് ബാസ് ഭയങ്കര കൂടുമ്പോൾ പാട്ട് തിരിയാത്തൊരു അവസ്ഥ വരുന്നാറുണ്ട്. അത് ഈ ഹെഡ്സെറ്റിന് എന്തായാലും ഇല്ല. എനിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പാട്ട് എന്തായാലും കേൾക്കും. അതിന്റെ ഒപ്പം തന്നെയാണ് ബീറ്റും വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു വേറൊരു പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി, ഞാൻ പ്രൊഡക്റ്റ് ഇതായിട്ട് കാണിച്ചില്ല കേട്ടോ. പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫുള്ളി റബ്ബർ ഐറ്റം ആണ്. അതുകൊണ്ട് പെട്ടെന്നൊരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ റയറാണ്. പിന്നെ ഇതിന്റെ വയേഴ്സ് നോക്കാം, നല്ല കനം കൂടിയതാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വലിഞ്ഞാലോ അങ്ങനെയൊന്നും ഇതിന്റെ കേടാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ നമ്മുടെ ബോട്ടിന്റെ ഹെഡ്സെറ്റിന്റെ ഈ വയർ ഉണ്ടല്ലോ, വയറാണ് പെട്ടെന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സിനിമ കണ്ട് കിടന്നുറങ്ങിയപ്പോ ഈ സാധനം വലിഞ്ഞിട്ട് കേടാവാണ് ഉണ്ടായത്. അപ്പോ ഇതിന്റെ നല്ല കനുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്, പിന്നെ പോസ് ഉണ്ട്, പിന്നെ ഈ നോയിസ് ക്യാൻസലേഷന്റെ ബട്ടൺ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഹെഡ്സെറ്റിലും കാണുന്ന പോലെ പുതിയതായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. പിന്നെ ഇവിടെ ഒരു LED ഉണ്ട്, നമുക്ക് കണക്റ്റഡ് ആണോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ C ടൈപ്പ് ആയിട്ടുള്ള ചാർജറാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ ഫോണുകളും C ടൈപ്പ് ആണ്. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇത് ഈ ഗ്രേ കളർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് ആൻഡ് യെല്ലോനേക്കാളും ഇത്തിരി കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അഴുക്ക് അറിയുന്നില്ല. സ്ക്രാച്ചസ് വളരെ ഒന്നും തന്നെ ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും. എവിടെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടേബിളിലേക്ക് ഇടും. എന്നിട്ട് പോലും ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഇതിൽ വന്നിട്ടില്ല. എനിക്ക് ഇതിന്റെ ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൽ കാണുന്ന കളറാണ്. എന്താ പറയാ മഴവില്ലുമായിട്ടൊരു കളർ ഇതിന്റെ ബാക്കിലുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അതിനും ബെറ്റർ റിയൽമിയുടെ മറ്റേ 6 എഴുതിയ സിമ്പിൾ ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ബട്ട് ഇത് നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് വെയിറ്റ് കൂടുതലാണെന്നൊരു സംശയമുണ്ട്. ബോട്ട് നമ്മുടെ
ബാസ് ബുള്ളറ്റിന് എന്ന് പറഞ്ഞാൽ OnePlusന്റെ ബുള്ളറ്റ് Z2-നേക്കാളും ഇത്രയും കൂടി എന്താ പറയുക വെയിറ്റ് കൂടുതലാണോ എന്ന് ഒരു സംശയം ഉണ്ട് കേട്ടോ. അത് സത്യം തന്നെയാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ ഭാഗം വരെ കുഴപ്പമില്ല, ഈ അവസാനത്ത് നമ്മുടെ ചുവട്ടിൽ വയ്ക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ അതിന് ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ട്. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു 2000-ന്റെ അടുത്താണെങ്കിൽ OnePlusന്റെ നമ്മുടെ ബുള്ളറ്റ് Z2 വാങ്ങുന്നതിനേക്കാളും ഇത്രയും കൂടി ബെറ്റർ ഓപ്ഷൻ ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പ്രയോജനമായിരിക്കും. പിന്നെ നമ്മൾ ഇത് പേഴ്സണലി വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് വാങ്ങിച്ചിട്ടുള്ള ഹെഡ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു അഭിപ്രായം കൂടി അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത്. നല്ലൊരു ഹെഡ്സെറ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും കണ്ണും പൊട്ടി വാങ്ങാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കണം. പുതിയൊരു വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.